നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ എന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം സാധിക്കുമോ? ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ? ഓക്കെ, ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ മനസ്സിൽ വിചാരിച്ച കാര്യം ദ ഹെർമിറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം അതിന് കുറച്ച് സമയമെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിയുന്നത്, നമ്മൾ പുറമേ തിരഞ്ഞിട്ട് കാര്യമില്ല, നമുക്കുള്ള ഉത്തരം ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശാന്തമായിട്ട് വെപ്രാളപ്പെട്ടോ കരഞ്ഞിട്ടോ ബഹളം വെച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ശാന്തമായി ഇരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിന് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുന്നതാണ്. ഓക്കെ, ഒന്നാമത്തെ കാർഡുകാർക്ക് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഹെർമിറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഓക്കെ, ഹെർമിറ്റിൻ്റെ കാർഡ് തീർച്ചയായിട്ടും ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നല്ല ഉയർച്ച വരുന്നുണ്ട്, നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു പക്ഷേ ഭയങ്കരമായിട്ട് ആ ഒരു കാര്യത്തെ ചൊല്ലി നിങ്ങളെ തന്നെ തകർത്ത് കളയുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വെപ്രാളപ്പെടുന്നുണ്ടായിരിക്കാം, അയ്യോ അത് നടക്കില്ലേ എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കാം. ഓക്കെ, ഒരു കമൻറ്റ് കണ്ടിരുന്നു, ഒരുപാട് നാളായിട്ട് ചില കാര്യങ്ങൾ കേൾക്കുന്നു, ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്നതെന്ന്. ഓക്കെ, നമ്മളൊരു 10 പ്രാവശ്യവും SLC എഴുതിയിട്ട് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷാ ബോർഡിൻ്റെ കുറ്റമല്ല, അത് നമ്മളിലുള്ള ചില കുറ്റങ്ങളാണ്. ആ കുറ്റങ്ങൾ എപ്പോഴാണോ നമ്മളത് കണ്ട് തിരുത്തുന്നത്, നമ്മളിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ തിരുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പരീക്ഷാ ബോർഡിനെ നോക്കിയിട്ട് അവരിരുന്ന ക്വസ്റ്റ്യങ്ങളൊന്നും ഈ 10 വർഷം കൊണ്ടും ശരിയാകുന്നില്ല, പരീക്ഷാ ബോർഡ് ശരിയല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. എപ്പോഴാണോ എൻ്റെ ഭാഗത്ത് എന്താണ് അനുഗ്രഹം കടന്നു വരാനുള്ള കുറവ് എന്താണെന്ന് നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കത് തിരുത്താൻ സാധിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു ഉയർച്ചയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. എപ്പോഴാണോ നമ്മളിലേക്കൊന്ന് നോക്കി അതിനെ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, എപ്പോഴെങ്കിലും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒരു പോസിറ്റീവാക്കി വെക്കുവാൻ നിങ്ങൾ മടിച്ചു നിൽക്കുകയോ ചെയ്യുന്നെങ്കിൽ, നിങ്ങളുടെ വിഷമങ്ങൾ കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ ദിവസവും കരയിപ്പിച്ച് നെഗറ്റീവാക്കി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം. പുറത്ത് വന്ന് സെൽഫ് ലവ് ചെയ്ത് നിങ്ങളെ തന്നെ എനർജിക്കാക്കി മുന്നോട്ട് കൊണ്ടുപോയെങ്കിലാണ് നിങ്ങൾക്ക് അതിനെ ബാലൻസ് ചെയ്ത് വിജയത്തിലെത്തുവാൻ സാധിക്കുന്നതെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ കാർഡ് വഴി നിങ്ങൾക്ക് വരുമാനമായിട്ട് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുന്നെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമായിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് വരുമാനമായിട്ടോ ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.